വെളുക്കാൻ തേച്ച് പാണ്ടായി പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സതീഷിന്റെ അവസ്ഥ. സതീഷിനോട് കനകോല് പറഞ്ഞ് പച്ച നുണ മാത്രം പറഞ്ഞാൽ മതി, സത്യം വിളിച്ച് പറയേണ്ട. സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് പച്ച നുണ പറയാം. ആ നുണകൾ ഞങ്ങൾ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി PR വർക്കിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ്. പക്ഷേ കനകോലുവിന് പാളി. കനകോലുവിന് മനസ്സിലായി ഇവിടെ എത്ര നുണ പറയേണ്ട കാര്യമില്ല, അതൊക്കെ സഖാക്കൾ പൊളിച്ചടുക്കും. സൈബർ വെട്ടുകളി കൂട്ടങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് സതീഷിന്റെ ഓരോ നുണയും വസ്തുത വെച്ചിട്ട് പൊളിച്ചടുക്കിയപ്പോൾ കനകോലു പറഞ്ഞു സതീഷിനോട് ഇനിയൊന്നും മാറ്റിപ്പിടിക്കാം. എനിക്ക് തോന്നുന്നു കനകോലു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് സീൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗമാണ്. എല്ലാവരുടെയും കണ്ണ് നനയുന്ന മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസ് നമ്മളൊക്കെ കണ്ടതാണ്. അത് കണ്ടപ്പോഴായിരിക്കാം കനകോലുവിന് തോന്നി അല്പം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്താലോ. അങ്ങനെ സതീഷിനോട് പറഞ്ഞു. പക്ഷേ സംഭവം എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായി. കനകോലു ഉദ്ദേശിച്ചത് കഥ പറയുമ്പോൾ സിനിമയിലെ മമ്മൂട്ടിയുടെ ആ പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പുറത്തു വന്നത് ഇൻ ഹരിഹർ നഗറിലെ ജഗദീഷിന്റെ കരച്ചിലായിപ്പോയി. നമുക്കറിയാം, കൂടുതൽ സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി ജഗദീഷ് ഒരു ഓവർ കരച്ചിലുണ്ട്, അതായിപ്പോയി. ഞാൻ ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പ്രസംഗം. പക്ഷെ ഇതിലെ കൗതുകം അതല്ല. സാധാരണഗതിയിൽ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന ആളാണ്. അയാളുടെ ആ പോസ്റ്റിനടി, അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മലയാളത്തിലൊരു ലീഡിങ് ചാനലാണെങ്കിൽ ആ പോസ്റ്റിനടിയിൽ വന്ന കമൻറ്റുകൾ ഉണ്ടല്ലോ, ഒരാൾ പോലും സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് ഒരു കമൻറ്റെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് തരില്ല. ഒരൊറ്റ കമൻറ്റ് പോസിറ്റീവ് ഇല്ല. നിങ്ങളൊന്ന് നോക്കൂ. പോടാ പച്ച നുണയാ തുടങ്ങുന്ന അവിടുന്നാണ്. സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും സതീശൻ ലോകം ചുറ്റി കറങ്ങി വന്നിട്ടുണ്ടാകും. നുണയനും നല്ല അഭിനേതാവുമാണ് VD. ആഹാ, ഇന്ന് നുണയുടെ കൂടെ ഗ്ലിസറിനും വേണമെന്നാണ് കനകോലുവിൻ്റെ നിർദ്ദേശം. ബെസ്റ്റ് കോമഡി ആക്ടർ പോരാ, നവരസങ്ങൾ വരണം, പാച്ചാളത്തിന് വരുത്തണം. കനകോലുവിൻ്റെ അവസാനത്തെ അടവ്. ഈ സിനിമ ഞങ്ങൾ കണ്ടിന് നുണയാ. മലപ്പുറം കഴിഞ്ഞതോടെ ജാഥയ്ക്ക് മൂരികളുടെ പിന്തുണ അവസാനിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് കരഞ്ഞു മൂക്കള പിഴിച്ചിൽ നാടകം. കേരളത്തിൻ്റെ ആസ്ഥാന നുണയൻ നുണ സെന്റി അടിക്കുന്നു. പറവൂരിൽ തോൽവി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ഉടായ്പുമായിട്ട് ഇറങ്ങിയേക്കുക കള്ളബെടുവ. ഇന്ത്യയിലെ ഏറ്റവും വീതി കുറഞ്ഞ ദേശീയപാത സതീശൻ 25 കൊല്ലം MLA ആയിരുന്ന പറവൂരായിരുന്നു ആണ്. പിണറായി വരേണ്ടി വന്നു അത് 6 വരിയാക്കാൻ. ഇത്തവണ കരയേണ്ടി വരും, അല്ലെങ്കിൽ പണി പാളും. ഇതുവരെ ഒറ്റ ലേക്ക് പോലുമില്ല, ഫുൾ കുമ്മോജി. 4 നൂറ്റാണ്ടായി MLA, ഇനി മാറണം, അതല്ലേ ജനാധിപത്യം. തുടർച്ചയായാൽ അഹങ്കാരം വരും. ബുദ്ധിജീവികളുടെ ഭാഷ കടമെടുത്തത്. ഇവനാണ് നടൻ, നുമ്മ പറഞ്ഞ നടൻ. കനകോലുവിൻ്റെ 18ാമത്തെ നടനതന്ത്രം. പുനർജനി കള്ളൻ. ഈ കാണുന്നത് ED സതീശൻ തുടർച്ചയായി ഭരിക്കുന്ന പറവൂർ മണ്ഡലത്തിലെ തൊട്ടടുത്തുള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയാണ്. സതീഷിൻ്റെ മണ്ഡലത്തിലുണ്ട് പറവൂർ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ആ താലൂക്ക് ആശുപത്രിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഒരാൾ. തോൽവി മണക്കുന്നു, അതാണ് ഈ കണ്ണീർ നാടകം. അറ്റ കൈ പ്രയോഗം. ഓ, എന്താ ഒലിപ്പിക്കൽ. പുനർജനി പണം പിരിച്ച് തൻ്റെ നാട്ടിൽ നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഫ്ലാറ്റിന് കല്ലിട്ട് കല്ല് മുളച്ചു. ഇത് രമേശ് ജി സ്ഥിരം പയറ്റുന്ന അടവല്ലേ? 25 വർഷം MLA ആയത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഇന്ന് രാവിലെ കനകോലു സതീഷ ട്രാക്ക് മാറ്റ്, ഇന്ന് സെന്റി. RSS വേദിയിലാണോ ഇന്ന് എന്ന് ധരിച്ചാണ്. 25 വർഷം ഞാൻ MLA ആയ മണ്ഡലത്തിൽ ഞാൻ എന്തെല്ലാം കൊണ്ടുവന്നു, ഇനി എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയൂ സാർ, അല്ലാതെ നാടകം കളി എന്തിനാണ്? പുനർജനിയിൽ പിരിച്ച ഫണ്ടെത്ര, നിർമ്മിച്ച വീടെത്ര? ഉത്തരമുണ്ടോ? 25 കൊല്ലത്തെ വികസനം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് തന്നെ ബെസ്റ്റ്. എന്ത് രാഷ്ട്രീയം? നീ എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചു പറയുക. താരകമലരുകൾ പൂക്കും പാടം, ദൂരെ അങ്ങ് ദൂരെ താരകന്റെ ഭാര്യ പറഞ്ഞ ഒരു വീഡിയോ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? ആരുമല്ലാത്ത നേരത്ത് സതീഷിന് വല്ല ഓർമ്മയും ഉണ്ടോ ആവോ? സൂപ്പർ അഭിനയം, കള്ളക്കരച്ചിൽ. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞിട്ടുണ്ട്.
വനവാസം വേണ്ട, സീരിയൽ അഭിനയിക്കാം. തുടർച്ചയായ അധികാരലബ്ധി മനുഷ്യനെ ദുഷിപ്പിക്കും. ഇക്കുറി പറവൂക്കാർ അത് നടപ്പിലാക്കും. കരഞ്ഞു കാലു പിടിച്ചാലൊന്നും നീ പറവൂരിൽ ജയിക്കില്ല. ഒരു കോമഡി സ്റ്റൈൽ ഫീൽ ചെയ്യുന്നില്ലേ നാട്ടുകാരെ? സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. നീ ഇത്തവണ മിക്കവാറും ഊഞ്ഞാല ഓസ്കാർ കൊടുക്കണം. ഇന്ന് വെറൈറ്റി അഭിനയവും നുണയുമാണല്ലോ കനകോലു. അവസാനമായി അത് താരകൻ്റെ ഭാര്യയായിരുന്നു. നുണ. നിന്റെ ഊളത്തരം കേരളത്തിൽ നടക്കില്ല. പിന്നെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റെല്ലാവരും മാത്രമല്ല താരകൻ എന്ന ഓമനപ്പേരും. പറവൂക്കാരെ, ഇവനെ നിങ്ങൾ തോൽപ്പിച്ച് മൂലയിലിരുത്തണം. ഇവനെ പോലുള്ള ഫ്രോഡിനെ ഒരിക്കലും ജയിപ്പിക്കല്ലേ. ഈ നുണയനെ ഒന്ന് ഒഴിവാക്കി തരൂ പറവൂരിലെ വിവരദോഷികളെ. പാച്ചാളം ബാസിയാണോ ഗുരു? ഇതാര്, മമ്മൂക്കയോ? ബാർബർ ബാലൻ, നുണേശൻ, കാതിൽ കടുക്കനിട്ട എൻ്റെ ബാലൻ, നമിച്ചു മോനെ. ബെസ്റ്റ് ആക്ടർ, സൂപ്പറായി. കേരള രാഷ്ട്രീയത്തിലെ കിങ് ലെയർ. 1/4 നൂറ്റാണ്ട് പറവൂർ ഉണ്ടായിട്ട് ഇപ്രാവശ്യം ജയിക്കാൻ കരയേണ്ടി വരുന്നു. ഗതികേട്. അടുത്ത അടവ് സൈക്കോളജിക്കൽ മൂവ്. പക്ഷേ ഇതൊക്കെ ചാണ്ടിച്ചൻ്റെ പഴയ അടവുകളാണെന്ന് പറയാൻ പറഞ്ഞു. നുണേഷൻ്റെ പുതിയ ക്യാപ്സ്യൂൾ ഓസ്കാർ. ഫുൾ കുമ്മോജി ഒരു പോസ്റ്റിൽ കിട്ടണമെങ്കിൽ സതീഷ നീ അത്രക്കും കോമാളിയായി. താരകൻ, കരയല്ലേ, നല്ല അഭിനയം. നിനക്ക് നല്ലത് രാഷ്ട്രീയമല്ല സിനിമയാണ്. പിന്നെ കുറച്ച് തെറിയാണ്, ഞാൻ പറയുന്നില്ല. ദുരന്തം വരാൻ പ്രാർത്ഥന നടത്തുന്ന UDF, നുണ പറയുന്ന UDF, പെൻഷൻ മുടക്കിയ UDF, തമ്മിലടിക്കുന്ന UDF, വികസനത്തെ എതിർക്കുന്ന UDF. ഒരിക്കലും വരരുത് നുണയന്മാർ. നുണയൻ പാച്ചു, കള്ളന് കഞ്ഞുവെച്ചുവാ. നുണയൻ മാത്രമല്ല, നല്ല അഭിനയ നടൻ കൂടിയാണ്. തിണ്ണനിരങ്ങി. പിന്നെ കോൺഗ്രസ്സുകാർ തുടർച്ചയായി എത്ര വർഷം MLA MP ആയിരുന്നാലും അവർ ദുഷിച്ചു പോകുകയില്ല എന്ന് MN കാരശ്ശേരി മാഷ് പറഞ്ഞ പോയിന്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. റിയാക്ഷൻസ്, കള്ളൻ, അങ്ങനെ മൊത്തം ഒരു പോസിറ്റീവ് കമൻറ്റും ഇല്ലാത്ത മൊത്തം നെഗറ്റീവ് കമൻറ്റ്. ഞാൻ ഇത് മൊത്തം വായിക്കുന്നില്ല, അത്രമേൽ സമയമെടുക്കും. നോക്കൂ, ഇതുവരെ നുണയെ ആശ്രയിച്ചാണ് പോയത്. നാളെ വീണ്ടും നുണയിലേക്ക് പോകുന്നത് വെച്ചാൽ അഭിനയം ചീറ്റിയ സ്ഥിതിക്ക് നുണ തന്നെ ശരണം എന്ന് പറയുമായിരിക്കും. പക്ഷേ ഓരോ നുണയും സൈബർ സഖാക്കൾ പൊളിച്ചെടുക്കുന്നത് വെറുതെ അല്ല, വസ്തുത നിരത്തിയാണ് പൊളിച്ചെടുക്കുന്നത്. ഇതുകൊണ്ടാണ് കനകോലു മാറ്റിപ്പിടിക്കാൻ പറഞ്ഞത്. അത് അതിനേക്കാൾ വലിയ അബദ്ധമായി. ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജഗദീഷിൻ്റെ ക്യാരക്ടറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായി സതീഷിൻ്റെ അഭിനയം. കട്ട പുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.